ഹലോ. അപ്പം നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി നമുക്ക് ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും എവിടെ നോക്കിയാലും എന്താ പൂത്തറിഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണു. വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആവണു, വല്ലതും കഴിക്കുന്നു, എന്നിട്ട് പോയിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഷോപ്പിലൊക്കെ കയറണം. അപ്പം എല്ലാമേ കാണിച്ചു തരാം. അങ്ങ് അറ്റം പോയിട്ട് അവിടെ നീ നടക്കാണ്ട്. ഓ മൈ ഗോഡ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വീടൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമോ, നമുക്കിവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. അവിടെ ആയിട്ട് ഇതുപോലെ ലിറ്റർ ബാഗ്സ് വെച്ചിരിക്കണം. ഇതിനകത്ത് മാത്രമേ നമ്മൾ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. എങ്ങാനും നമ്മൾ താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫൈന് വരുന്ന വഴി അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ പാർക്കിങ്ങിനും ഒരിതുണ്ട് കേട്ടോ. അതിനപ്പുറമായിട്ടൊരു ലൈനുണ്ട്. ആ ലൈനിൻ്റെ അവിടേക്ക് പാർക്ക് ചെയ്യാവുള്ളൂ. ഇതാണ് കുറച്ച് വീട് ഞാൻ കാണിച്ചു തരാമേ. ഇതാണോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനത്തെ വീടേ ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ടെറസ് വീടൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ക്ലൈമറ്റ് അത് പറ്റില്ല. കണ്ടോ, നല്ല കുഞ്ഞി നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള വീടാണ് ഗൈസ്. നല്ല രസമാണ് കണ്ടോ. ചെറിയ ഗാർഡനൊക്കെ അവർ പിടിച്ച് നല്ല രസമുള്ള പൂക്കൾ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഗൈസ്, നമുക്ക് ഇവിടെ എല്ലാവരും നമ്മുടെ പെറ്റ്സിനെയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. മിക്ക വീട്ടിലും പട്ടിയല്ലാന്നുണ്ടെങ്കിൽ പൂച്ചകളൊക്കെ കാണും. ഇവർക്ക് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അവർ നന്നായിട്ട് നോക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ പെറ്റ്സിനെയൊക്കെ വാങ്ങിച്ചാലും നമുക്ക് ഭയങ്കര മെനക്കേടാണ്. കാരണം നല്ല രീതിക്ക് നോക്കണം. നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ ഭയങ്കര പാടാണ്. അതിൻ്റെ ഇടയിൽ പെറ്റ്സിന് എന്തെങ്കിലും വന്നാൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മൾ പെറ്റ്സിനെയും കൊണ്ട് പുറത്ത് പോകുമ്പോഴേക്കും അവരെങ്ങാനും താഴെ അപ്പിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാരി ബാഗ് കൊണ്ടു നടക്കണം. അവരപ്പിയിട്ടാൽ നടു റോട്ടിലാണെങ്കിൽ എത്ര ആളുണ്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് അതെടുത്ത് ആ ബാഗിലാക്കിയിട്ട് എവിടെയാണോ ബിന്ന് കാണുന്നത്, ലിറ്റർ ബാഗ് ബിന്ന് കാണുന്നത്, അവിടെ നമ്മൾ കൊണ്ട് ഇടണം. അല്ലാതെ നമുക്ക് നാട്ടിലെ പോലെ റോഡിൽ നമുക്ക് അപ്പിയിടാനായിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഗൈസ്, ഇവിടെ റോഡിൽ അപ്പിയിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കോരിയേണ്ടി വരും. അങ്ങനെയാണ്. ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. അവർ നല്ല രീതിക്ക് നോക്കും. മീൻസ് ചപ്പും ചവറൊന്നും ഇടാൻ പറ്റാതെ നല്ല ക്ലീനായിട്ട് റോഡൊക്കെ നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിക്ക് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. ആ സംഭവം നമ്മുടെ നാട്ടിലുണ്ടായത് സൂപ്പറാണല്ലേ. നല്ല ഭംഗിയില്ല, ലാവൻഡർ കളർ ശരി. അങ്ങനെ നമുക്കിത് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ആ വാനിൻ്റെ ഓപ്പോസിറ്റ് നമ്മളാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് പോയിട്ട് ഇനി ബസ്സിലൊക്കെ കയറിയിട്ട് അത് കാണിച്ചു. നമ്മൾ നടന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് എപ്പോഴാണോ ബസ് വരുന്നത്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ബസ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കും. മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസ്. സൺഡേ 15. ദൈവമേ, 3 മണിക്കൂറാണ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയെന്നാ കാണിക്കണേ. നോക്കി നോക്കാം നെക്സ്റ്റിന് എപ്പോഴാണ്. നമുക്കിനി ബസ് എപ്പോൾ വരുമെന്ന് നോക്കാം ഗൈസ്. ബസ് എപ്പോഴാണ് പറഞ്ഞതെന്ന് ഒരു പിടുത്തവും ഇല്ല. എനിക്കാണെങ്കിൽ ഫോണിൽ നെറ്റും ഇല്ല. നമുക്കിവിടെ ബസ്സിൽ എവിടെ പോയാലും സാധാരണ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പൗണ്ട് കൊടുത്താൽ മതി കേട്ടോ. ബസ്സിൽ എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ബസ്സിൽ 2 പൗണ്ട് കൊടുത്താൽ മതി. ഒന്നുകിൽ ഫോൺ പേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ടാപ്പ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കാർഡ് കൊടുക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കാം. ബസ് വരുന്നുണ്ട് ഗായ്സ്. ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. അവിടെ കണ്ടോ, ബസ് വരുന്നുണ്ട്.
സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ടൗൺ സെൻറ്റർ, ലീസ്ബോൺ ടൗൺ സെൻറ്ററിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ടൗൺ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇന്ന് നമ്മുടെ ലീസ്ബോൺ മാർക്കറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ സൺഡേസും സാറ്റർഡേ സൺഡേസ് ബാങ്ക് ഹോളിഡേസ്, പിന്നെ വെനസ്ഡേയും നമുക്കിവിടെ ബാങ്ക് ഹോളിഡേസ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആണ്. ജസ്റ്റ് ഇതാണ് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു കേട്ടോ. ഇതൊരു അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഒരുപാട് നല്ല കിട്ടുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഇടയ്ക്ക് കുറേ സമയത്ത് ഇവിടെ നിന്നാണ് അവക്കാഡോ മേടിച്ചത് കേട്ടോ. ഇന്ന് അവക്കാഡോ അവൈലബിൾ അല്ല. ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഈ കട വന്ന സമയത്ത് ഒരു ബൗളിൽ 4 എണ്ണം കാണും. ഒരു ബൗളിൽ 4-5 എണ്ണം കാണും. അത് നമുക്ക് 1 പൗണ്ട് 2 പൗണ്ടിനൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അവരവിടെ സ്ഥിരമായപ്പോഴേക്ക് പയ്യെ അങ്ങ് റേറ്റ് കൂട്ടിക്കളഞ്ഞു. ഇതൊക്കെ കുറേ പിള്ളേർക്കുള്ള സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ മാൾ കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം വരാറുണ്ടായിരുന്നത്. ഞങ്ങൾ മുമ്പ് താമസിക്കുന്ന വീട് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു മാൾ. സോ എപ്പോഴും നമ്മൾ വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ മാളിലോട്ട് വരാൻ വേണ്ടി വലിയ ദൂരമൊന്നുമില്ല, എന്നാലും ഒരു 10 മിനിറ്റ്സ് 12 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഒരു ഷോപ്പിൽ കയറണം. പാല് മേടിക്കാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. നല്ലതുണ്ടെങ്കിൽ മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാല് വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. എനിക്ക് എപ്പോഴത്തേയും പോലും മണ്ടത്തരം പറ്റും. ഞാൻ എപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിക്കും അപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും പകുതി വെച്ചിട്ട് ഞാൻ മറന്നു പോട്ടെ. ഞാൻ ഷോപ്പിൽ നമുക്ക് പാല് പിടിക്കണമുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ലാൻഡിൽ പാല് പിടിക്കാൻ കയറിയപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. കുഴപ്പമില്ല ഐസ്, നമ്മൾ ആകെ ഒരു പാല് മാത്രമേ മേടിച്ചോളൂ. ഇത് നമ്മൾ നേരെ വീട്ടിലോട്ട്. നമ്മുടെ കയ്യിൽ വീടെത്തിരിക്കുകയാണ്. ഡെഡ് ഒരുപാട് നടക്കാനുണ്ട്. നമുക്ക് നേരെ ചേച്ചിയുടെ അടുത്ത് ബാഗ് വെച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് നോക്കാം. ഓ, പാല് ബാഗിരിക്കുന്നല്ലോ. എന്താടി ഇവിടെ ഗൈസ്? അപ്പം നമ്മള് അവരവിടെ മുകളിലിരുന്ന് TV കാണുകയാണ്. അപ്പം നമ്മള് കുളിക്കാൻ പോവുകയാണ് ഗൈസ്, കുളിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് കുളിച്ച ഉടനെ തന്നെ എനിക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുടിയെല്ലാം ജടക്കറുത്ത് നന്നായിട്ട് കോംബ് ചെയ്ത് ഇനി നമ്മൾ മുടിക്കൊരു സാധനം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. എടുത്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഇടുന്നതെന്ന് അറിയില്ല. അപ്പം ഇത് നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അവരായിരിക്കും ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ഇടുക. അപ്പോൾ ഈ ഒരു സ്പ്രേൻ്റെ എന്താണ് സംഭവം, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എഫക്റ്റീവ് ആണോ ഇല്ലയെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പ്രൂഫ് സഹിതം കാണിക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടില്ല സാധനമാണ്, ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ആ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഭയങ്കര നേരമൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെറ്റ് ഹെയർ അല്ലേ, ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴേക്കും കുറച്ചൊന്ന് ഹെയർ വെറ്റായിട്ടിരിക്കണം. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ
എൻ്റെ സ്ഥിരം കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലുണ്ട്. അപ്പം അത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പം ഇങ്ങനെ ഞാൻ കെട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റായിട്ട് ഇവിടെ സമ്മറായിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ഒരുമാതിരി പാട് വരുന്നുണ്ട് കേട്ടോ. ക്ലൈമറ്റൊക്കെ മാറിയതിൻ്റെയൊക്കെ കൊണ്ടായിരിക്കാം ചെറിയ ചെറിയ സ്പോട്ട് പോലെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പാട് എനിക്കില്ലാതിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു ക്യാരറ്റ് ഓയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റ് ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള പാടുകളൊക്കെ മാറ്റി സ്കിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ക്യാരറ്റ് ഓയിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒരു ദിവസം എനിക്ക് ചെറുതായിട്ടൊന്ന് കുരുകുരുവായിട്ട് വന്നപ്പോഴേക്കും ഒരു ദിവസം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഷിഫ്റ്റ് കാരണം എനിക്കത് അങ്ങോട്ടൊന്നും മെനയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പുറത്തോട്ട് അതായത് എൻ്റെ ബാക്കിലുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക കേട്ടോ. സംഭവം ഞങ്ങൾ ഷെയർ റൂമാണ്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, റൂംമേറ്റും ഉണ്ട്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇളക്കി പുറത്തിടാൻ ഉള്ളൊരിത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ തന്നെയാണ് ഇടുക. ഇവിടെ മിക്കവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചില സമയത്ത് മാത്രമേ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ക്ലോത്ത്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് ഇടത്തുള്ളൂ. ഇനി നമ്മൾ സ്കിൻ കെയറിലോട്ട് വരാം. ഭയങ്കര വലിയ സ്കിൻ കെയർ ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ പ്രോഡക്റ്റ് വന്നിട്ട് ഇവിടുത്തെ പ്രോഡക്റ്റാണ് കേട്ടോ. ഈ 45 ലോഷൻ എന്ന് പറയുന്നത് സ്കിന്നിൽ വരുന്ന ക്ലൈമറ്റിനൊക്കെ ഒരുമാതിരി കുരുകുരുപ്പായിട്ട് വരും, മുരിച്ചിൽ പോലെയൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കിടിലൻ സാധനമാണ്. അപ്പോൾ നമ്മളെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റായിട്ടിരിക്കുവാണ്. ഇനി നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല വന്നിട്ട്. സോ നമുക്ക് ചായ അല്ലാന്നുണ്ടെങ്കിൽ ഷേക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി പോകാം. അങ്ങനെ നമ്മൾ താഴെ പോയപ്പോഴേക്കും ചേച്ചി അവിലും ചായയും കൂടെ ആയിട്ട് സെറ്റാക്കി തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അത് കഴിച്ചു. ഞങ്ങൾ മിക്കപ്പോഴും വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരാളെപ്പോഴും കാണും കേട്ടോ. ഒന്നെങ്കിൽ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേച്ചി കാണും, അല്ലാന്നുണ്ടെങ്കിൽ ചേട്ടന് കാണും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിലുള്ളവർ കാണും. ആരെങ്കിലുമൊക്കെ എപ്പോഴും കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടിച്ചിട്ട് നേരെ എൻ്റെ ബബ്ലുവിൻ്റെ അടുത്ത് പോയി. ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ റൂമാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ ബബ്ലു ഇരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ അവളെ താഴെ എടുത്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യും.